ഹാറൂൺ റഷീദിന്റെ കൊട്ടാരത്തിലും പുറത്തും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കഴിഞ്ഞ ഹാസ്യ സാമ്രാട്ടായിരുന്നു ബുഹുലൂല്. അദ്ദേഹത്തിന്റെ രസകരമായ ഒരു കഥ പറയാം. ഒരിക്കൽ ദരിദ്രനായ ഒരാൾ വിശന്നു വലഞ്ഞ് ബഗ്ദാദിലെ ഒരു ഭക്ഷണശാലയുടെ മുമ്പിലെത്തി. അകത്ത് വിവിധ ഇനം വില കൂടിയ ഭക്ഷണ വസ്തുക്കളുടെ നീണ്ട നിര തന്നെയുണ്ട്. വാങ്ങുന്നവരുടെയും വിൽക്കുന്നവരുടെയും തിരക്കോട് തിരക്ക്. അയാൾക്ക് നല്ല വിശപ്പുണ്ട്. പക്ഷേ ഭക്ഷണം വാങ്ങാൻ കയ്യിൽ ചില്ലിക്കാശില്ല. അവസാനം അയാൾ തൻ്റെ ഭാണ്ഡത്തിലുണ്ടായിരുന്ന ഉണങ്ങിയ റൊട്ടി കഷ്ണം പുറത്തെടുത്തു. ആവി പറക്കുന്ന സ്വാദിഷ്ടമായ ഭക്ഷണച്ചെമ്പിൻ്റെ അടുത്ത് ചെന്ന് ആവിയിൽ കാണിച്ച് ആ മണം ഏൽപ്പിച്ചു തിന്നാൻ തുടങ്ങി. വില കൂടിയ ഭക്ഷണത്തിൻ്റെ ആകർഷകമായ മണവും വിശപ്പിൻ്റെ കാഠിന്യവും ഒന്നിച്ചപ്പോൾ ഉണക്ക റൊട്ടി അയാൾക്ക് ഏറെ സ്വാദിഷ്ടമായി തോന്നി. പണക്കൊതിയനായ കടയുടമ അത് കണ്ടു. തിന്നുകഴിഞ്ഞപ്പോൾ അയാൾ ദരിദ്രൻ്റെ അടുത്തെത്തി. ഭക്ഷണത്തിന് വില തരൂ. അതിന് ഞാൻ ഭക്ഷണം വാങ്ങിയിട്ടില്ലല്ലോ. താങ്കൾ എനിക്ക് ഭക്ഷണം തന്നിട്ടുമില്ല. ശരിയാണ്, അതുകൊണ്ട് താങ്കൾ ഭക്ഷണത്തിന് വില തരേണ്ട. പക്ഷേ എൻ്റെ ഭക്ഷണശാലയിലെ ഭക്ഷണത്തിൻ്റെ മണം നിങ്ങൾ ആസ്വദിച്ചില്ലേ? അതിൻ്റെ വിലയാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. കൊതിയനായ കച്ചവടക്കാരൻ്റെ ധാർഷ്ട്യം നിറഞ്ഞ വാക്കുകൾ ആ ദരിദ്രനെ കോപാകുലനാക്കി. അയാൾ മറുപടി പറഞ്ഞു. കച്ചവടക്കാരന് വിട്ടില്ല. തനിക്ക് വില തന്നേ പറ്റൂ എന്ന വാശിയിൽ ഉറച്ചു നിന്നു. പ്രശ്നം വലുതായി. രണ്ടുപേരും തമ്മിൽ കടുത്ത വാക്കേറ്റമുണ്ടായി. ഭാഗ്യത്തിന് ബുഹുലൂൽ അതുവഴി വന്നു. ജനക്കൂട്ടത്തിന്റെ ഇടയിലൂടെ ബുഹുലൂൽ ഭക്ഷണശാലയുടെ ഉള്ളിൽ കയറി. രണ്ടുപേരുടെയും വാദങ്ങൾ വിശദമായി കേട്ടു. കച്ചവടക്കാരന്റെ ആർത്തിയാണ് വിഷയമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ശരി, ഇയാൾ എടുത്ത മണത്തിന്റെ വില ഞാൻ തരാം, ബുഹുലൂൽ പറഞ്ഞു. ബുഹുലൂൽ തന്റെ പണസഞ്ചി എടുത്തു. കച്ചവടക്കാരന്റെ ചെവിയുടെ അടുത്തേക്ക് പിടിച്ചു കുലുക്കി. പിന്നെ സഞ്ചി സ്വന്തം പോക്കറ്റിലേക്ക് തന്നെ ഇട്ടു. നിരാശനായ വ്യാപാരിക്ക് ദേഷ്യം വന്നു. അയാൾ ചോദിച്ചു, എന്ത് പണിയാണ് താങ്കൾ കാണിച്ചത് ബുഹുലൂൽ? പണമിങ്ങു തരൂ. അയാൾ കൈ നീട്ടി. താങ്കൾ നാണയത്തിന് ശബ്ദം കേട്ടില്ലേ? അത് വിലയായി എടുത്തുകൊള്ളൂ, ചിരിച്ചുകൊണ്ട് ബുഹുലൂൽ പറഞ്ഞു. നാണയത്തിന്റെ ശബ്ദം മാത്രമോ? വ്യാപാരി അത്ഭുതത്തോടെ ചോദിച്ചു. ബുഹുലൂൽ പറഞ്ഞു, അതെ, ശബ്ദം തന്നെ. മണത്തിന്റെ വില ശബ്ദമാണ്. അപ്പോഴായിരുന്നു വ്യാപാരി തന്റെ ആർത്തിയുടെ അർത്ഥം മനസ്സിലാക്കിയത്.